എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരതിന്റെ സർവീസ് ആരംഭിക്കുന്ന ചടങ്ങിൽ റെയിൽവേ ഉദ്യോഗസ്ഥർ വന്ദേമാതരവും ദേശീയ ഗാനവും ആലപിച്ചില്ല. ബിജെപിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം. തത്സമയ ദൃശ്യങ്ങൾ. ഹലോ, വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, എന്താണ് സംഭവിച്ചത്? കയ്യിലെടുത്തോ. രേഷ്മ, കേൾക്കാമോ? എന്താണ് സംഭവിച്ചത്? സുരേഷ്, അല്പസമയം മുൻപാണ് ബംഗളൂരു സുരേഷ് പരിപാടിയിൽ, അതായത് കേന്ദ്രമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ വന്ദേ മാതരവും അതോടൊപ്പം തന്നെ ദേശീയ ഗാനവും ആലപിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP പ്രവർത്തകർ അതേ വേദിയിൽ തന്നെ കുത്തിയിരുന്ന പ്രതിഷേധം നടത്തുന്നത്. പരിപാടിയിൽ വന്ദേ മാതരവും അതോടൊപ്പം തന്നെ ദേശീയ ഗാനവും ആലപിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് BJP പ്രവർത്തകർ അതേ വേദിയിൽ കുത്തിയിരുന്നുള്ള പ്രതിഷേധത്തിലേക്ക് കടന്നിട്ടുള്ളത്. എന്തായാലും അവരുടെ പ്രതികരണത്തിലേക്ക് കടക്കാം. അവരെ നിയമത്തിന്റെ മുന്നിലേക്ക് ഞങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും. ഞങ്ങൾക്ക് അങ്ങനെക്കാൻ പറ്റും. ഇതുവരെയും ഒരു ഓഫീസർ ഇത് തന്നെ ജനങ്ങളോട് മാപ്പ് പറയാൻ ഇവിടെ വന്നിട്ടില്ല. ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് സർക്കാരിന്റെ പദ്ധതികളെ, നല്ല പദ്ധതികളെ അട്ടിമറിക്കുവാൻ എത്തിക്കും. ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇതുവരെയും ഒരു ഓഫീസർ ഇത് കണ്ട് ജനങ്ങളോട് മാപ്പ് പറയാൻ ഇവിടെ വന്നിട്ടില്ല. ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് സർക്കാരിന്റെ പദ്ധതികളെ, നല്ല പദ്ധതികളെ അട്ടിമറിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു തേർവാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്. സർക്കാരിന്റെ നല്ല നല്ല ശ്രമങ്ങളെ, കേരളത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ അട്ടിമറിക്കുവാനുള്ള ഉദ്യോഗസ്ഥന്മാരുടെ കൂട്ടായ്മയാണ്. ഇന്നും നാം പറയാറുണ്ട്, ബ്രിട്ടീഷുകാരുടെ ഭൂതം ഇവിടെ നടക്കുന്നു എന്ന് പറയുന്നത് പോലെ ചിലവരുടെ തലയിൽ ചിലവരുടെ ഭൂതം നടക്കുന്നുണ്ട്. പ്രോഗ്രാം ഷെഡ്യൂളിൽ ഉണ്ടായിരുന്നു വന്ദേ മാതരം ഷെഡ്യൂൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദേശീയ ഗീതവും ദേശഗാനവും ആലപിക്കാതെ ഏതൊരു പരിപാടിയാണ് നടക്കാറുള്ളത്? നിങ്ങളുടെ അറിവിലുണ്ടോ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ? നിങ്ങൾക്കറിയുമോ? ഉണ്ണിച്ചേട്ടനൊക്കെ സീനിയർ പത്രപ്രവർത്തകനാണ്, അവർക്കൊക്കെ അറിയാം. ദേശീയ ഗീതവും ദേശഗാനവും ആലപിക്കാത്ത ഒരു പരിപാടിയും സർക്കാരിന് നടക്കാറില്ല. ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് ഇത്. മനഃപൂർവ്വം ഞങ്ങൾ ആക്ഷേപിക്കുകയാണ്. മറ്റാരെയോ പ്രീതിപ്പെടുത്തുവാൻ വേണ്ടി ഈ രാജ്യത്ത് ദേശഗാനവും ദേശീയ ഗീതവും ആലപിക്കില്ല എന്ന് തീരുമാനമെടുത്ത അവരുടെ ആളുകൾ ഉള്ളത് കൊണ്ടാണ് പാടാത്തതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അല്ല, ഞങ്ങളുടെ സംശയം കറക്റ്റാണ്, ജനങ്ങളുടെ സംശയം. ഇത് എന്നോട് പറഞ്ഞത് ഇവിടുത്തെ ജനങ്ങളാണ്, യാത്രക്കാരാണ് പറഞ്ഞത്. ഞാൻ BJP-കാരനൊന്നല്ല, ഞാൻ BJP-കാരനേക്കാൾ ഉപരി ഞാൻ ഈ രാജ്യത്തിൻ്റെ പുത്രനാണ്, ഈ രാജ്യത്തിൻ്റെ രാജ്യസ്നേഹിയാണ്. We love തീർച്ചയായിട്ടും മാപ്പ് പറയണ്ടേ? ജനങ്ങളോട് മാപ്പ് പറയണം. BJP-യോടല്ല മാപ്പ് പറയേണ്ടത്. ഈ ഉദ്യോഗസ്ഥന്മാർ തെമ്മാടിത്തരം കാണിച്ചവർ, ഞാൻ ആ വാചകം എനിക്ക് പറയാൻ ഇഷ്ടമല്ല, തെമ്മാടിത്തരമാണ് കാണിച്ചത്. പരാതി പോവല്ലോ. ഇപ്പോ ഉദ്യോഗസ്ഥൻ സമാധാനം പറയണം. ഇവിടെ ഇപ്പോൾ വരെയും ഞങ്ങൾ പ്രവർത്തകരിരുന്നിട്ട് ഞങ്ങൾ രാപ്പകലിരിക്കും. ഞങ്ങളുടെ ജനങ്ങൾക്ക് നീതി കിട്ടുന്നതുവരെ, ഞങ്ങളുടെ രാജ്യത്തിന് നീതി കിട്ടുന്നതുവരെ ഞങ്ങൾ ഇവിടെ ഇരിക്കും. എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരതിന്റെ സർവീസ് ആരംഭിക്കുന്ന ചടങ്ങിലാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ വന്ദേമാതരവും ദേശീയഗാനവും ആലപിക്കാതിരുന്നത്. BJP-യുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത്. ഈ കുറ്റക്കാർ ഇത്തരത്തിലുള്ള സമീപനം സ്വീകരിച്ചവർ മാപ്പ് പറയണം, ജനങ്ങളോട് മാപ്പ് പറയണമെന്നാണ് BJP നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. രേഷ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്.